പലർക്കും ഈ ഒരു ഡൗട്ട് ഉണ്ട്. കാണിക്കുന്ന വ്യൂസ് എന്തുകൊണ്ട് ക്രൈറ്റീരിയയുടെ ഇതുമായിട്ട് മീറ്റ് ആവുന്നില്ല? എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറയുന്ന സാധനം യൂട്യൂബ് അവർ കൊണ്ടുവന്നത് ഏപ്രിൽ 8 ഡേയ്സിൽ നിങ്ങൾക്ക് എത്രയാ 10 മില്യൺ വ്യൂസ് അവിടെ 10 മില്യൺ എന്ന് പറഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷിച്ചിട്ട് കാര്യമില്ല, ചാനൽ മോണിറ്റൈസ് ആവില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ്ഡ് വ്യൂസ് എവിടുന്ന് കാണും? യൂട്യൂബ് ഷോർട്സ് വ്യൂസ് കണ്ടില്ലേ 11 മില്യൺ ആയി. ബട്ട് എന്ത് കാര്യം? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങളെല്ലാവരും ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് ഷോർട്സ് വ്യൂസ് വേഴ്സസ് എൻഗേജ് വ്യൂസും ശരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ പലർക്കും ഈ ഒരു ഡൗട്ട് ഉണ്ടാവും. എന്താണെന്നല്ലേ, നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോകുമ്പം നിങ്ങളുടെ ഒരു മാസത്തെ വ്യൂസ്, ആ വ്യൂസ് അവിടെ കാണിക്കുന്ന വ്യൂസ് എന്തുകൊണ്ട് ക്രൈറ്റീരിയയുടെ ഇതുമായിട്ട് മീറ്റ് ആവുന്നില്ല? ഈ ഡൗട്ടില്ല നിങ്ങൾക്ക്? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ നമ്മുടെ യൂട്യൂബ് ഷോർട്സിന്നും വീഡിയോസിന്നും നമുക്ക് ഏൺ ചെയ്ത് തുടങ്ങാൻ അല്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടി തുടങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. എന്താണ് ക്രൈറ്റീരിയ? 4000 വാച്ച് അവേഴ്സ് ഫോർ ലോങ് വീഡിയോസ് ഇൻ 365 ഡേയ്സ് അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് ഇൻ 90 ഡേയ്സ്. ഓക്കെ, ഇതാണ് 2 ക്രൈറ്റീരിയ. ഡൗട്ട് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന വ്യൂസ്, ആ വ്യൂസ് 10 മില്യൺ ആയിട്ടും നമ്മുടെ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ആവുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇതിനുള്ള റീസൺ ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറയുന്ന സാധനം യൂട്യൂബ് അവർ കൊണ്ടുവന്നത് ഏപ്രിലാണ്. ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പുള്ള ഏപ്രിൽ 2025 ഏപ്രിൽ 1 തൊട്ടാണ് ഈ എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞുള്ള സാധനം വന്നത്. അതിന് മുമ്പ് വരെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് നമ്മുടെ ഒരു ഷോർട്സ്, ഇത് ഷോർട്സിന് മാത്രമുള്ള കാര്യമാണ്. നമ്മുടെ ഷോർട്സ് ഒരാൾ കാണുന്നു, അവരുടെ ഫീഡിൽ വന്നിട്ട് 3 സെക്കൻഡ്സിൽ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ വ്യൂസിൻ്റെ സെക്ഷനിൽ ഒരു വ്യൂ ആയിട്ട് കൂട്ടും. ഇങ്ങനെയായിരുന്നു ഇത്ര നാളത്തെ വ്യൂസ്. ഇത്ര നാൾ ഏപ്രിലിന് മുമ്പ് വരെ വ്യൂസ് എന്ന് പറയുന്നത് ഒറ്റൊരു വ്യൂസ് ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോയുടെ താഴെ എഴുതി കാണിക്കുന്നതും നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അനലിറ്റിക്സിൽ എടുക്കുന്ന സമയത്ത് അവിടെ കാണിക്കുന്നതും ഒക്കെ ഒറ്റ വ്യൂസിൻ്റെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏപ്രിൽ തൊട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു. എൻഗേജ്ഡ് വ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ നമ്മുടെ ഷോർട്സ് ഒരാളുടെ ഫീഡിൽ വന്നു, അതവർ കാണാതെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വിട്ടു. ഇപ്പം എത്രയോ നമ്മളെല്ലാം യൂട്യൂബ് യൂസ് ചെയ്യുന്നവരല്ലേ, നമ്മളെന്ത് ചെയ്യും? ഫോൺ എടുത്തിട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണത്തില്ല, ബട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് അവരുടെ ഫീഡിൽ ജസ്റ്റ് വന്നിട്ട് പോയാൽ കൂടെയും അവർ യൂട്യൂബുകാർ അത് ഒരു വ്യൂ ആയിട്ട് കണക്ക് കൂട്ടാൻ തുടങ്ങി. അപ്പം ഇതിനകത്ത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പം കാണുന്ന വ്യൂ ഉണ്ട്, പ്ലസ് 3 സെക്കൻഡ്സിൽ കൂടുതലിരുന്ന് കാണുന്ന ആൾക്കാരുടെ ആ വ്യൂസും ഉണ്ട്. അപ്പം ഈ 2 വ്യൂസോടെ ഒരുമിച്ച് ഇപ്പോൾ ഒരാൾ തന്നെ 10 വട്ടം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതും അവർ വ്യൂ ആയിട്ട് കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ കൂട്ടുന്ന വ്യൂ ആണ് ഇപ്പം ഏപ്രിലിന് ശേഷം തൊട്ട് യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ എഴുതിയിരിക്കുന്ന വ്യൂസ്. അതാണ് യൂട്യൂബ് ഷോർട്ട് വ്യൂസ്. ഓക്കെ, എന്നാൽ എൻഗേജ്ഡ് വ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ 3 സെക്കൻഡ്സിൽ കൂടുതൽ ഒരാൾ കണ്ടു കഴിഞ്ഞ് ആക്ച്വലായിട്ട് കിട്ടുന്ന ഒരു വ്യൂ, അതാണ് ആ വ്യൂ. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് പെട്ടെന്ന് കയറുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് ഈ ഒരു അപ്ഡേറ്റ് അവർ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുടെ അടുത്ത് നമ്മുടെ വീഡിയോസ് കുറേ കൂടെ റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇങ്ങനെ എല്ലാവരും 10 പേര് ഒരാൾ തന്നെ 10 വട്ടം കണ്ടതും എല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് അടിയിൽ എഴുതി കാണിക്കുന്നത്. അടിയിലുള്ള വ്യൂസും യൂട്യൂബ് സ്റ്റുഡിയോയിൽ മെയിൻ പേജിലുള്ള വ്യൂസും. പക്ഷെ നമുക്ക് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനുള്ള 10 മില്യൺ വ്യൂസ് ഇപ്പോൾ എൻഗേജ്ഡ് വ്യൂസ് മാത്രമായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആൾ 3 സെക്കൻഡ്സിൽ കൂടുതൽ കണ്ട വ്യൂസ് തന്നെ ആയിരിക്കണം. അങ്ങനെ കിട്ടുന്ന വ്യൂസ് ആയിരിക്കണം നമ്മുടെ എൻഗേജ്ഡ് വ്യൂസ്. അതുകൊണ്ട് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് കയറിയിട്ട് അവിടെ എഴുതി കാണിക്കുന്ന വ്യൂസ് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് അത് ജസ്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോ വ്യൂസ് ആണ്, എൻഗേജ്ഡ് വ്യൂസ് അല്ല. അപ്പം നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് നിങ്ങളിപ്പോൾ എടുത്ത് നോക്കുന്ന സമയത്ത് 28 ഡേയ്സിൽ നിങ്ങൾക്ക് എത്രയാണ് 10 മില്യൺ വ്യൂസ് അവിടെ 10 മില്യൺ എന്ന് പറഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷിച്ചിട്ട് കാര്യമില്ല, ചാനൽ മോണിറ്റൈസ് ആവില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്?
അപ്പം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ്ഡ് വ്യൂസ് എവിടെ നിന്ന് കാണും എന്നുള്ളതല്ലേ. ഓക്കെ, നമ്മുടെ ഫോൺ വഴി നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഫോണാണ് ഉപയോഗിക്കുന്നത്, ഫോൺ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോണിനുള്ളിൽ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് കാണാൻ പറ്റും? ഒരൊറ്റ വ്യൂസേ കാണാൻ പറ്റത്തുള്ളൂ. കറക്റ്റ് അല്ലേ? പക്ഷെ അത് നമ്മുടെ എന്താണ് യൂട്യൂബ് സ്റ്റുഡിയോ വ്യൂസ്. പക്ഷെ നമുക്ക് കാണുന്നത് എൻഗേജ്ഡ് വ്യൂസ് ആണ്. അപ്പം എൻഗേജ്ഡ് വ്യൂസ് എവിടെ നിന്ന് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എവിടെ നിന്ന് എടുക്കണം? ഗൂഗിൾ വെബ്സൈറ്റിൽ ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ സെർച്ച് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് മോഡിൽ നമ്മളിത് ഓപ്പൺ ചെയ്യണം. ഗൂഗിളിൽ കൂടെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡ് കിട്ടും. അല്ല, ലാപ്ടോപ്പിൽ കൂടെ ലോഗ് ചെയ്താൽ ഡെസ്ക്ടോപ്പ് മോഡ്. നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡിൽ മാത്രമാണ് നമുക്ക് എൻഗേജ്ഡ് വ്യൂസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഡെസ്ക്ടോപ്പ് മോഡിൽ കയറിയിട്ട് അനലിറ്റിക്സിൽ പോയി അവിടെ കണ്ടന്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടന്റിൽ പോയിട്ട് അവിടെ ഇപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്താണ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ, നമ്മുടെ യൂട്യൂബ് ഷോർട്സ് വ്യൂസും എൻഗേജ്ഡ് വ്യൂസും സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അതപ്പോൾ 28 ഡേയ്സിൻ്റെയാണ് കിടക്കുന്നത്. അതവിടെ ഓപ്ഷൻ മാറ്റി കൊടുത്തിട്ട് 90 ഡേയ്സിൻ്റെ ആക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ 90 ഡേയ്സിൻ്റെ കൊടുക്കുമ്പോഴത്തേക്കും അതാണ് നമ്മുടെ ആക്ച്വൽ നമ്മുടെ മറ്റേ ക്രൈറ്റീരിയ മീറ്റ് ആയിട്ട് 10 മില്യൺ വ്യൂസിനകത്തുള്ള സാധനം അതാണ്. അപ്പോൾ 90 ഡേയ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കാണിക്കുന്ന ആ വ്യൂസാണ് നമ്മുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനുള്ള നമ്മുടെ ആക്ച്വൽ വ്യൂസ്. ആ 10 മില്യണിൽ എത്ര ആയി 90 ഡേയ്സിൽ നിന്ന് ഇപ്പം നിങ്ങളുടെ റേറ്റ് നിങ്ങൾ പോകുന്ന ഒരു ഇത് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻഗേജ്ഡ് വ്യൂസിൽ എത്രയാണ് കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് മനസ്സിലാവും. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഒരു കറക്റ്റായിട്ടൊരു പ്ലാൻ ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എത്ര പേർക്ക് എനിക്ക് അറിയാമായിരുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഏപ്രിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത്. അപ്പം ഞാൻ തുടക്കത്തിലൊക്കെ ഇതെനിക്ക് ആദ്യമേ അറിയായിരുന്നു. കാരണം ഏപ്രിൽ തൊട്ടാണ് ഞാൻ വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കുറേ പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നിട്ടുണ്ടാവും. എന്താണ് അവർക്ക് വ്യൂസ് നല്ലത് കിട്ടുന്നുണ്ട്, പക്ഷേ അവരുടെ മറ്റേ ക്രൈറ്റീരിയ 10 മില്യൻ്റെത് എന്താണ് കൂടാത്തത് എന്നൊക്കെ. അപ്പം ഇതാണ് കാരണം. ഇപ്പം മനസ്സിലായല്ലോ. യൂട്യൂബ് ഷോർട്സ് വ്യൂസ് കണ്ടില്ലേ 11 മില്യൺ ആയി. ബട്ട് എന്ത് കാര്യം? എൻഗേജ്ഡ് വ്യൂസ് ആണ് നമുക്ക് 10 മില്യൺ റീച്ച് ആവേണ്ടത്. ഗോട്ട് ഇറ്റ്? അപ്പം എൻഗേജ്ഡ് വ്യൂസും യൂട്യൂബ് ഷോർട്സ് വ്യൂസും എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം കമൻറ്റ്സ് ചെയ്യാൻ എന്തായാലും മറക്കണ്ട. ഇത് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ആവട്ടെ. കീപ് പോസ്റ്റിംഗ്, സ്റ്റേ കൺസിസ്റ്റൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീക്കിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. Until then, this is me, Aishu, signing off from Aishu Teaspoon. Bye!